നമസ്കാരം. എല്ലാ പ്രിയ +1 തുല്യതാ പഠിതാക്കളെയും സോഷ്യോളജിയുടെ ഒരു ക്ലാസ്സിൽ സ്വാഗതം ചെയ്യുന്നു. പരീക്ഷയുമായി ബന്ധപ്പെട്ട എസ്സേ ഡിസ്കസ് ചെയ്യുന്ന ഇന്നത്തെ ക്ലാസ് നമ്മുടെ +1 തുല്യതാ സോഷ്യോളജി പരീക്ഷയുമായി ബന്ധപ്പെട്ട എസ്സേകൾ, പരീക്ഷയിലെ എസ്സേകളും ഷോർട്ട് എസ്സേകളും മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഒരു അതിപ്രധാനപ്പെട്ട ഒരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ്, സാമൂഹീകരണം അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം എന്നാൽ എന്താണ്, സാമൂഹീകരണത്തിൻ്റെ വിവിധ ഏജൻസികളെ വിശദമാക്കുക എന്നുള്ള ചോദ്യമാണ്. ചോദ്യം ശ്രദ്ധിക്കുക. സാമൂഹീകരണം അല്ലെങ്കിൽ സാമൂഹികവൽക്കരണം എന്നാൽ എന്ത്? രണ്ടും ഒരേ പേരും തന്നെ കേട്ടോ. സാമൂഹീകരണവും സാമൂഹ്യവൽക്കരണവും പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ സാമൂഹീകരണം എന്നാൽ എന്താണ്? സാമൂഹീകരണ ഏജൻസികളെ കുറിച്ച് ഇത് വിശദമാക്കാനാണ് ചോദ്യം. സാമൂഹീകരണ ഏജൻസികളെ കുറിച്ച് വിശദമാക്കാനാണ് ചോദ്യം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഷുവറായിട്ട് എല്ലാ വർഷവും വരുന്ന എസ്സേയാണ്. നമ്മൾ ഈ വർഷവും പ്രതീക്ഷിക്കുന്നുണ്ട്. 8 മാർക്കിൻ്റെ എസ്സേയാണ്. വളരെ ലളിതമായ രീതിയിൽ പറഞ്ഞു തരാം. നിങ്ങൾ വോയിസ് കേട്ട് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ ഇത്രയും പഠിച്ചു പോയിട്ട് വന്നിട്ടില്ലെങ്കിൽ അത് എന്തിലെങ്കിലും വരും, ഷോർട്ടേജ് ആയിട്ടെങ്കിലും വരും. അപ്പോൾ പഠിച്ചാൽ ഇതെന്താവില്ല, പാഴാവില്ല എന്ന വിശ്വാസത്തോടുകൂടി പഠിക്കാം. അപ്പോൾ ചോദ്യം മനസ്സിലായല്ലോ. സാമൂഹീകരണം അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം എന്നാൽ എന്താണ്? അതിൻ്റെ വിവിധ ഏജൻസികളാണ്. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പറൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഹെഡിങ് കൊടുക്കണം. സാമൂഹീകരണം ഹെഡിങ് കൊടുത്തിട്ട് പറയണം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയാണ് സാമൂഹീകരണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയാണ് സാമൂഹീകരണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ അല്ലെങ്കിൽ പ്രവർത്തനമാണ്, അല്ലെങ്കിൽ പ്രതിഭാസമാണെന്നൊക്കെ ചെയ്താൽ നമുക്ക്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്ത്? സാമൂഹീകരണം. ജനനം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണെന്ത്? സാമൂഹീകരണം. മനസ്സിലായല്ലോ. ഒരു കുട്ടി ഒരാൾ ജനിച്ചിട്ട് അയാൾ മരിക്കുന്നവരെ നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണെന്ത്? സാമൂഹീകരണം. അപ്പോൾ 2 പോയിന്റ് പഠിച്ചു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയാണ് സാമൂഹീകരണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയാണ് സാമൂഹീകരണം. ആദ്യം പ്രധാനപ്പെട്ടാന്ന് പറഞ്ഞു. പിന്നെ പറയുന്നത് ജനനം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണെന്ന് പറഞ്ഞത്. ജനനം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണെന്ത്? സാമൂഹീകരണം അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം. മനുഷ്യനെ സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്ന പ്രക്രിയയും കൂടിയാണെന്ത്? സാമൂഹീകരണം. മനുഷ്യനെ സാമൂഹ്യ ജീവി, മനുഷ്യനൊക്കെ എന്താണ് പറയുന്നത്? മനുഷ്യൻ എന്താ വിളിക്കുന്നത്? സാമൂഹ്യ ജീവിയാണെന്നാണ് മനുഷ്യൻ സമൂഹത്തെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ മനുഷ്യനെ സാമൂഹ്യ ജീവിയാക്കുന്നത് എന്താണ്? സാമൂഹീകരണമാണ്. അപ്പോൾ ഇവിടെ 3 പോയിന്റ് പഠിച്ചു. നമ്മൾ സാമൂഹികരണത്തെ കുറിച്ച് ഒന്ന് പറയാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയാണ് സാമൂഹീകരണം. ജനനം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം. പിന്നെ മനുഷ്യനെ സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്ന പ്രക്രിയയും കൂടിയാണ് സാമൂഹീകരണം. ഓക്കെ, മനുഷ്യനെ സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്ന പ്രക്രിയയും കൂടിയാണ് എന്ത്? സാമൂഹീകരണം. നമ്മളിപ്പോൾ 3 പോയിന്റ് പഠിച്ചു സാമൂഹികരണത്തെ കുറിച്ചിട്ട്. ആദ്യം ഹെഡിങ് കൊടുത്ത് നമ്മൾ സാമൂഹീകരണം അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം എന്നും ചോദിക്കട്ടെ. രണ്ടും ഒന്ന് തന്നെ. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയാണ് സാമൂഹീകരണം അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം. ജനനം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം. മനുഷ്യനെ സാമൂഹ്യ ജീവിയാക്കുന്ന പ്രക്രിയയും കൂടിയാണ് മനുഷ്യനെ സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്ന പ്രക്രിയയും കൂടിയാണ് എന്ത്? സാമൂഹീകരണം. ഇനി നമ്മൾ എന്ത് ചെയ്താണ്, ഈ സാമൂഹീകരണ ഏജൻസികളെ താഴെ പറയുന്ന പ്രകാരമാണ് ഹെഡിങ് കൊടുത്തിട്ട് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. എന്തൊക്കെ സാമൂഹികരണ ഏജൻസികൾ നോക്കാം. കുടുംബം ഒരു സാമൂഹിക ഏജൻസിയാണ്. മതം, പിന്നെ സ്കൂള്. ഇപ്പോൾ 3 കിട്ടിയില്ലേ? കുടുംബമുണ്ട്, മതമുണ്ട്, സ്കൂളുണ്ട്. പിന്നെ എന്താണ്? സമപ്രായക്കാരുടെ സംഘമുണ്ട്. അപ്പോൾ 4 കിട്ടി. പിന്നെ ആചാരങ്ങളുണ്ട്. പിന്നെ ബഹുജന മാധ്യമം ഉണ്ടല്ലോ, നമ്മൾ TV ചാനലുകൾ, പത്രമാധ്യമങ്ങൾ, റേഡിയോ, അതൊക്കെ എന്താണ്? ബഹുജന മാധ്യമങ്ങളാണ്. അതുപോലെ തൊഴിൽ മണ്ഡലങ്ങളുണ്ട്. നീതി എന്നൊക്കെ പറഞ്ഞ തൊഴിൽ മണ്ഡലങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്? സാമൂഹിക ഏജൻസികളാണ്. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ പേര് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ആദ്യം സാമൂഹികരണം എന്താണെന്ന് ഒരു പാരഗ്രാഫിൽ എഴുതി. പിന്നെ ഹെഡിങ് കൊടുക്കേണ്ടത് സാമൂഹിക ഏജൻസികൾ താഴെ പറയും പ്രകാരമാണ്, അല്ലെങ്കിൽ സാമൂഹിക ഏജൻസികൾ താഴെ ചേർത്ത പ്രകാരമാണെന്ന് കൊടുത്തിട്ട് ഓരോന്ന് ഹെഡിങ് കൊടുക്കുക. എന്താ ഹെഡിങ് കൊടുക്കേണ്ടത്? മതം, കുടുംബം, സമപ്രായക്കാരുടെ സംഘം, സ്കൂളുകൾ, ആചാരങ്ങൾ, ബഹുജന മാധ്യമം, തൊഴിൽ മണ്ഡലങ്ങൾ, ഇങ്ങനെ ഹെഡിങ് കൊടുക്കുക. 7 ഉണ്ട്. ഇപ്പോൾ എത്ര ഉണ്ട്? 7 പോയിന്റ് പഠിച്ചു. അപ്പോൾ സാമൂഹികരണ ഏജൻസികൾ എത്ര തിരിക്കാം? 6 തിരിക്കാം. അല്ല, എന്നിട്ട് ഇവിടെ 7 ഉണ്ട് അല്ലേ? ഈ 7 എന്ത് ചെയ്യുക? പേരിങ്ങനെ എഴുതുക. ഏതൊക്കെയാണ്?
കുടുംബമുണ്ട്, ആദ്യം കുടുംബം എഴുതിക്കോളൂ. പിന്നെ എന്താ എഴുതാം? സ്കൂൾ എഴുതാം. പിന്നെ മതം എഴുതാം. സമപ്രായക്കാട് സംഘം എഴുതാം. തൊഴിൽ തൊഴിൽ മണ്ഡലങ്ങൾ ഉണ്ടാവും. പോലെ ബഹുജന മാധ്യമമുണ്ട്, ആചാരങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇത് എഴുതിയിട്ട് വീണ്ടും എന്ത് ചെയ്യണം? ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ കുറേ തോന്നിക്കാൻ വേണ്ടിയാണ് ആദ്യം ഓരോന്നിൻ്റെ പേര് ഇങ്ങനെ എഴുതാൻ പറഞ്ഞത്. ഇത് സാമൂഹിക ഏജൻസികൾ താഴെ പറയും പ്രകാരമാണ്. സാമൂഹിക ഏജൻസികൾ താഴെ പറയും പ്രകാരമാണ്. എന്നിട്ട് ഒന്ന് കുടുംബം, സ്റ്റാർട്ട് താഴെ എഴുതിയാലും മതി. എന്താണ്? ഒന്ന് എന്താണ്? കുടുംബം. രണ്ട് മതം. നമ്പർ ഇടുമ്പോൾ അപ്പോൾ മാർജിൻ്റെ പുറത്ത് ക്വസ്റ്റ്യൻ നമ്പർ ആയിപ്പോട്ടെ, ഉള്ളിലിടണം, നിങ്ങൾ പുറത്തിടരുത്. ഓക്കെ, മാർജിൻ ഉള്ളിലിടരുത് എന്ന്. മാർജിൻ ഉള്ളിൽ അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ ഇടല്ലേ. ഇത് ക്വസ്റ്റ്യനിൽ വരുന്ന ഉത്തരത്തിൽ വരുന്ന പോയിൻറ്റ്സ് അല്ലേ. അപ്പോൾ നിങ്ങൾ സ്റ്റാർ ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല, കൺഫ്യൂഷൻ ആവേണ്ട. സ്റ്റാർ ഇട്ട് കൊടുക്കുക. ആദ്യം എന്ത് കൊടുക്കുക? കുടുംബം. പിന്നെ എന്ത് കൊടുക്കുക? മതം. പിന്നെ സ്കൂളുകൾ, സമപ്രായക്കാരുടെ സംഘം, ആചാരങ്ങൾ, ബഹുജന മാധ്യമം, തൊഴിൽ മണ്ഡലങ്ങൾ ഹെഡിങ് കൊടുത്തിട്ട് പിന്നെ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യണം. ഓരോന്നിൽ 4 വരി എഴുതിയാൽ മതി. ആദ്യം ഹെഡിങ് കൊടുക്കണം കുടുംബം. കുടുംബത്തെക്കുറിച്ച് ചെയ്ത് എന്താണ്? സാമൂഹികരണം ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. ഒരു കുട്ടി അല്ലെ ഒരു വ്യക്തി ചെയ്യുന്നത് അവൻ്റെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ആദ്യ പാഠം പഠിക്കുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്. കുടുംബത്തിൻ്റെ 2-3 മഹിമകൾ എഴുതുക. കുടുംബത്തെക്കുറിച്ച് 2-3 വരി എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് എഴുതി കുടുംബം. പിന്നെ അടുത്ത ഹെഡിങ് കൊടുക്കുക സ്കൂള്. സ്കൂൾ ഹെഡിങ് കൊടുക്കുക. സ്കൂൾ എന്താണ്? സ്വഭാവ രൂപീകരണത്തിന്, ജീവിതശൈലിക്ക്, പെരുമാറ്റത്തിനൊക്കെ വളരെ വളരെ പങ്ക് വഹിക്കുന്ന സ്ഥാപനമാണ് എന്താണ്? സ്കൂളുകൾ. സ്കൂളിൽ പ്രത്യേക എന്താണ്? സിലബസുകൾ അതിനെക്കുറിച്ചിട്ടൊക്കെ എഴുതാം. അതായത് പ്രത്യേക ചട്ടക്കൂടിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വഭാവ രൂപീകരണത്തിന് ആവശ്യമായ അല്ലെങ്കിൽ മാനസിക വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങളിലൊക്കെയാണ് സ്കൂളുകൾ നടക്കാറ്. അപ്പോൾ സ്കൂളിനെ കുറിച്ച്, വിദ്യാഭ്യാസ രീതിയെ കുറിച്ചിട്ട് ഒരു 4 വരി എഴുതാം. അപ്പോൾ രണ്ട് ഹെഡിങ് കൊടുത്തില്ലേ? അടുത്ത ഹെഡിങ് കൊടുക്കുക സമപ്രായക്കാരുടെ സംഘം ഹെഡിങ് കൊടുത്തിട്ട് എഴുതാം. കുട്ടികളുടെ എന്താണ്? അതേ പ്രായത്തിലുള്ള ആളുകളുടെ സംഘത്തെ വിളിക്കുന്ന പേരാണ് സമപ്രായക്കാരുടെ സംഘം. ഈ സമപ്രായ സംഘത്തിൽ നിന്നാണ് കുട്ടിക്ക് എന്താണ്? മാനസിക വളർച്ച ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ സ്വഭാവ രൂപീകരണം നടക്കുന്നത്, ജീവിത ശൈലികൾ രൂപപ്പെടുന്നത്, പെരുമാറ്റങ്ങൾ രൂപപ്പെടുന്നത്. ഇതൊക്കെ നമുക്ക് സ്കൂളിൽ എഴുതാം, കുടുംബത്തിൽ എഴുതാം, സമപ്രായ സംഘത്തിലൊക്കെ എഴുതാം. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ സ്വഭാവ രൂപീകരണം നടക്കുന്നതിലും ജീവിത ശൈലികൾ എടുക്കുന്നതിലും പെരുമാറ്റ രൂപീകരണത്തിലൊക്കെ എന്ത് ചെയ്യും? കുടുംബവും പങ്കുവഹിക്കുന്നുണ്ട്, അതുപോലെ സ്കൂളും പങ്കുവഹിക്കുന്നുണ്ട്, സമപ്രായക്കാരുടെ സംഘമൊക്കെ എന്ത് ചെയ്യുന്നത്? പങ്കുവഹിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിലൊക്കെ എന്ത് ചെയ്യാം? നമ്മളിങ്ങനെ പോയിൻറ്റ്സ് 4 വരി വെച്ച് ഇങ്ങനെ എഴുതണം. എന്തിലൊക്കെ എഴുതണം? മതത്തിൽ എഴുതണം, കുടുംബത്തിൽ എഴുതണം, സ്കൂളിൽ എഴുതണം, പിന്നെ സമപ്രായക്ക സംഘത്തിലൊക്കെ. അങ്ങനെ എല്ലാത്തിലും എന്ത് ചെയ്യണം? 4 പോയിൻ്റ് വീതം എഴുതണം. ആചാരങ്ങൾ എഴുതാം. ആചാരങ്ങൾ അച്ചടക്കത്തെക്കുറിച്ചൊക്കെ എഴുതാം. നമുക്ക് ആചാരങ്ങളിൽ എന്തുണ്ട്? അച്ചടക്കം പഠിക്കുന്ന കുറിച്ചിട്ടൊക്കെ എഴുതാം. പിന്നെ ഈ ബഹുജന മാധ്യമത്തിൽ നമ്മൾ പത്രത്തിനെ കുറിച്ച് എഴുതാം, TV-നെ കുറിച്ച് എഴുതാം, ചാനലിനെ കുറിച്ച് എഴുതാം, സോഷ്യൽ മീഡിയയെ കുറിച്ചൊക്കെ എഴുതാം. ബഹുജന മാധ്യമം എന്ന് പറയുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് എഴുതേണ്ടത് TV ആണ്. TV, പത്രം, അങ്ങനെ അതിനെക്കുറിച്ചൊക്കെയാണ് കാര്യമായിട്ട് എഴുതേണ്ടത്. ബഹുജന മാധ്യമം എന്ന് പറയുമ്പോൾ TV, പത്രം, റേഡിയോ എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് അവിടെ. അതിനെക്കുറിച്ചൊക്കെ എഴുതാം. അതിൻ്റെയൊക്കെ പങ്ക്, മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന പങ്കിനെ കുറിച്ചൊക്കെ ഇതിലൊക്കെ എഴുതാം. സ്വഭാവ രൂപീകരണത്തിലും മനുഷ്യൻ്റെ വളർച്ചയിലുണ്ടാകുന്ന വിവിധ ഘട്ടങ്ങളിലുണ്ടാകുന്ന പങ്കിനെ കുറിച്ചൊക്കെ എഴുതാം. പിന്നെ ഹെഡിങ് കൊടുക്കേണ്ട തൊഴിൽ മണ്ഡലങ്ങൾ. എന്നിട്ട് അതിനെക്കുറിച്ചിട്ട് എന്ത് ചെയ്യുന്നത്? അതിലാണ് എന്ത് ചെയ്യുക? നിയമങ്ങളൊക്കെ അതിനെക്കുറിച്ച് എഴുതും. ഓക്കെ, നിയമങ്ങൾ, ആചാരങ്ങളൊക്കെ നമുക്ക് അതിൽ കൊള്ളിക്കാം. ഓക്കെ, ആചാരങ്ങൾ വീണ്ടും ഉണ്ടെങ്കിൽ അതിലും കൂടെ എഴുതാം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്ര 7 പോയിൻറ്റിനെ കുറിച്ച് നമ്മൾ ലിസ്റ്റ് ഔട്ട് ഇങ്ങനെ എഴുതുമ്പോൾ നമുക്ക് 1.5 പുറത്തിലെത്തും. അപ്പോൾ നമുക്ക് 8 മാർക്ക് കിട്ടും. അപ്പോൾ നമ്മൾ നാളത്തെ നമ്മുടെ +1 തുല്യത സോഷ്യോളജി പരീക്ഷയിലെ നമ്മൾ ഏറ്റവും കാര്യമായിട്ട് പ്രതീക്ഷിക്കുന്ന എസ്സേ ആണ് സാമൂഹീകരണം അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഏജൻസികൾ ഏതൊക്കെയാണ്? കുടുംബം ഒരു ഏജൻസിയാണ്, മതം ഒരു ഏജൻസിയാണ്, സ്കൂളുകൾ ഒരു ഏജൻസിയാണ്, സമപ്രായക്കാരുടെ സംഘം ഏജൻസിയാണ്, ആചാരങ്ങൾ, ബഹുജന മാധ്യമം, തൊഴിൽ മണ്ഡലങ്ങൾ. ഇവിടെ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ നിങ്ങൾക്ക് ഇതുപോലെ വരയ്ക്കാം. ഇതുപോലെ പദസൂര്യൻ പോലെ വരച്ച് വെക്കാം. എന്നിട്ട് ഏറ്റവും നടുക്കിൽ എന്ത് കൊടുക്കുക? സാമൂഹിക ഏജൻസികൾ നടുക്ക് കൊടുത്തിട്ട് ഇങ്ങനെ പദസൂര്യൻ പോലെ ഇങ്ങനെ എല്ലായിടത്തും പോയിൻ്റുമായിട്ട് എഴുതാം. അതുകൂടാണ്ട് ഓരോ താഴെ ഹെഡിങ് കൊടുത്തിട്ട് ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത്തങ്ങളെ 4 വരി എഴുതിയാൽ മതി. ഓരോന്നിലും 4 വരി എഴുതിയാൽ മതി. സബ് പോയിൻ്റ് കുടുംബത്തിൽ 4 വരി എഴുതിയാൽ മതി, മതത്തിൽ 4 വരി എഴുതിയാൽ മതി. ഓക്കെ, അതൊക്കെ നമുക്ക് പെട്ടെന്ന് ആലോചിച്ചാൽ കിട്ടും. ഇതാണ് എന്ത്? സാമൂഹീകരണ സംഘം. ഇതാണ് സാമൂഹ്യവൽക്കരണ സംഘം. ഇത് ഷുവർ എസ്സേ ആണ് നമ്മുടെ സോഷ്യോളജി പരീക്ഷയിൽ. ഇതിലൊക്കെ മനസ്സിലായിരിക്കുന്നു. ആദ്യം എന്ത് എഴുതണം? സാമൂഹികരണം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയാണ് സാമൂഹീകരണം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയാണ് സാമൂഹീകരണം. ജനനം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ് സാമൂഹീകരണം.
ജനനം മുതൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ് സാമൂഹികരണം. മനുഷ്യനെ സാമൂഹ്യ ജീവിയാക്കി മാറ്റുന്ന പ്രക്രിയയാണ് സാമൂഹികരണം അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണം. മനുഷ്യനെ സാമൂഹ്യ മാറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് സാമൂഹികരണം. മനുഷ്യനെ സാമൂഹ്യ ജീവിയാക്കി മാറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് എന്ത്? സാമൂഹികരണം. എന്നിട്ട് സാമൂഹിക ഏജൻസികളിലെ താഴെ പറയുന്ന പ്രകാരമാണ് കൊടുത്തിട്ട് ഓരോന്ന് ഹെഡിങ് കൊടുക്കണം. സാമൂഹിക ഏജൻസികൾ താഴെ പറയും പ്രകാരമാണ്. എന്നിട്ട് 1 സ്റ്റാർട്ട് കൊടുക്കുക, കുടുംബം. 2 മതം. സ്റ്റാർട്ടിങ് താഴേക്ക് എഴുതാം. മതം, കുടുംബം, സ്കൂളുകൾ, സമപ്രായക്കാരുടെ സംഘം, ആചാരങ്ങൾ, ബഹുജന മാധ്യമം, തൊഴിൽ മണ്ഡലങ്ങൾ. ഇങ്ങനെ 7 പോയിന്റ് താഴെ ലിസ്റ്റ് എഴുതിയിട്ട് വീണ്ടും ഹെഡിങ് കൊടുക്കുക. എക്സ്പ്ലെയിൻ ചെയ്യാൻ ഹെഡിങ് കൊടുക്കുക, കുടുംബം. അതിനെക്കുറിച്ചിട്ട് കുടുംബം 2 കുത്തുമാരി ഇട്ടിട്ട് നമ്മൾ വരച്ചിട്ട് ചെയ്ത കുടുംബത്തെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. കുടുംബം എന്താ? കുടുംബത്തിന് നമ്മൾ പറയാറ് നമ്മുടെ ആദ്യ വിദ്യാലയമാണ് കുടുംബം. ഓക്കെ, നമ്മുടെ ആദ്യ വിദ്യാലയം ഏതാണ്? കുടുംബമാണ്. അപ്പോൾ സാമൂഹികരണം ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്. ഒരു വ്യക്തിയുടെ സാമൂഹികരണം ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? കുടുംബത്തിൽ നിന്നാണ്. പിന്നെ പെരുമാറ്റ രൂപീകരണം ആരംഭിക്കുന്ന കുടുംബത്തിൽ നിന്നാണ്. സ്വഭാവ രൂപീകരണം ആരംഭിക്കുന്ന കുടുംബത്തിൽ നിന്നാണ്. അങ്ങനെ അതിനെക്കുറിച്ച് എഴുതുക. കുടുംബത്തെക്കുറിച്ചിട്ട് 4 വരി എഴുതി വെക്കുക. പിന്നെ അടുത്ത ഹെഡിങ് കൊടുക്കുക, സ്കൂളുകൾ. അതിനെക്കുറിച്ച് എഴുതുക. സ്കൂളുകളെ കുറിച്ച് എഴുതുക. എന്താണ്? നമ്മൾ ചിട്ടയായ ക്രമമാണല്ലോ സ്കൂളുകൾ. അവിടെ അച്ചടക്കം പഠിക്കുന്നു, അവിടെ എന്ത് ചെയ്യുന്നത്? നമ്മൾ ജീവിതശൈലി പഠിക്കുന്നു, പെരുമാറ്റങ്ങൾ പഠിക്കുന്നു, സ്വഭാവ രൂപീകരണമൊക്കെ നടക്കുന്നുണ്ട് സ്കൂളിൽ. ഓക്കെ, പിന്നെ ഈ സമപ്രായക്കാർ സംഘം ഹെഡിങ് കൊടുത്ത് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്താൽ. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞാൽ എന്തായി? നമ്മുടെ എസ്സേ ആയി കേട്ടോ. അപ്പോൾ ഷുവർ എസ്സേ ആണ്. നിങ്ങൾ ക്ലാസ് കേട്ട് വായിച്ച് പഠിക്കണം. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 99 ആണ്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 99 ആണ്. ഓക്കെ, നിങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തണം. അപ്പോൾ മനസ്സിലായി കരുതുന്ന അടുത്ത എസ്സേയിലേക്ക് പോവുകയാണ്. അടുത്ത എസ്സേ, പ്രിയ പഠിതാക്കളെ, അടുത്തൊരു ഷോർട്ട് എസ്സേ ആണ്. ഷോർട്ട് എസ്സേ ഒരു 6 മാർക്കിന് 5 മാർക്ക് പ്രതീക്ഷിക്കുന്ന ഷോർട്ട് എസ്സേ ആണ്. ഒരു പക്ഷേ ഇത് എസ്സേ 8ലേക്കും മാറി വരാം. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. അഭിമുഖം എന്നാൽ എന്താണ്? അഭിമുഖത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും കുറിച്ച് എഴുതാനാണ് ചോദ്യം. അഭിമുഖം എന്നാൽ എന്താണ്? അഭിമുഖത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളെ കുറിച്ചാണ് ചോദ്യം. മനസ്സിലായല്ലോ ചോദ്യം? അഭിമുഖം എന്നാൽ എന്ത്? അഭിമുഖം എന്നാൽ എന്താണ്? അഭിമുഖത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും കുറിച്ചാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യം മനസ്സിലായല്ലോ? അഭിമുഖം എന്നാൽ എന്ത്? അഭിമുഖത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും കുറിച്ചിട്ട് വിശദീകരിക്കാനാണ് ചോദ്യം. ഓക്കെ, ഇതൊരു ഷോർട്ട് എസ്സേ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞു. നോക്കാം, ഉത്തരത്തിലേക്ക് പോവാം. ആദ്യം അഭിമുഖം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഗവേഷണ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് 2 വ്യക്തികൾ തമ്മിൽ നടത്തുന്ന സംഭാഷണമാണ് അഭിമുഖം. ഗവേഷണ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് 2 വ്യക്തികൾ തമ്മിൽ നടത്തുന്ന സംഭാഷണമാണ് അഭിമുഖം. അപ്പോൾ അഭിമുഖം എന്താണെന്ന് എഴുതണം. അഭിമുഖം എന്താണ്? സംഭാഷണമാണ്. എന്ത് സംഭാഷണം? 2 വ്യക്തികൾ തമ്മിൽ നടത്തുന്ന സംഭാഷണം. എന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്? ഗവേഷണ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് 2 വ്യക്തികൾ തമ്മിൽ നടത്തുന്ന സംഭാഷണമാണ് അഭിമുഖം. അപ്പോൾ അഭിമുഖം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. മനസ്സിലായല്ലോ? ഗവേഷണ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് 2 വ്യക്തികൾ തമ്മിൽ നടത്തുന്ന സംഭാഷണമാണ് അഭിമുഖം. അഭിമുഖത്തെ നമ്മൾ രണ്ടായി തിരിക്കാം. ഘടനാപരമായ അഭിമുഖം, ഘടനാപരമല്ലാത്ത അഭിമുഖം. അഭിമുഖത്തെ രണ്ടായി തിരിക്കാം. ഘടനാപരമായ അഭിമുഖം, ഘടനാപരമല്ലാത്ത അഭിമുഖം. ഘടന പറയാറില്ല നമുക്ക്, ഒരു ഘടന ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ അഭിമുഖം എന്താണ്? ഘടന ഉള്ള അഭിമുഖമാണ്, ഘടനാപരമായ അഭിമുഖം. രണ്ടാമത്തെ അഭിമുഖം എന്താണ്? ഘടന ഇല്ലാത്ത അഭിമുഖം. അപ്പോൾ നമ്മുടെ പറയുന്നത് അഭിമുഖത്തെ രണ്ടായി തിരിക്കാം. ഘടനാപരമായ അഭിമുഖവും ഘടനാപരമല്ലാത്ത അഭിമുഖവും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം അഭിമുഖം എന്താണ്? ഗവേഷണ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് 2 വ്യക്തികൾ തമ്മിൽ നടത്തുന്ന സംഭാഷണമാണ് അഭിമുഖം. ഗവേഷണ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് 2 വ്യക്തികൾ തമ്മിൽ നടത്തുന്ന സംഭാഷണമാണ് അഭിമുഖം. അഭിമുഖത്തെ രണ്ടായി തിരിക്കാം. ഘടനാപരമായ അഭിമുഖം, ഘടനാപരമല്ലാത്ത അഭിമുഖം. എന്നിട്ട് ആദ്യം ഹെഡിങ് കൊടുക്കുക, ഘടനാപരമായ അഭിമുഖം. മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ അഭിമുഖത്തെയാണ് ഘടനാപരമായ അഭിമുഖം എന്ന് വിളിക്കുന്നത്. അതിലെന്തുണ്ടാവും? നമുക്ക് എന്ത് ചെയ്യാം? മുൻകൂട്ടി ഉപയോഗപ്പെടുത്താം. മുൻകൂട്ടി ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് വെൽ പ്ലാൻഡ് ആയിട്ട് പോവാം. അത്തരം അഭിമുഖമാണ് എന്ത്? ഘടനാപരമായ അഭിമുഖം. അതിനൊരു ഘടന ഉണ്ടാവും. എവിടെ തുടങ്ങണം? ആദ്യ ചോദ്യം ഏതായിരിക്കും, പിന്നെ എവിടെ അവസാനിപ്പിക്കണം, രണ്ടാം ചോദ്യം ഏതായിരിക്കും, അതിൻ്റെ ആ ചോദ്യയുടെ ഘടന, ചോദ്യത്തിൻ്റെ ഓർഡറുകൾ, അങ്ങനെ തികച്ചൊന്നുണ്ടാവും. കൃത്യമായ ഒരു ക്രമം ഉണ്ടാവും. അതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ അഭിമുഖമാണെന്ത്? ഘടനാപരമായ അഭിമുഖം. മുൻകൂട്ടി തയ്യാറാക്കി
തയ്യാറാക്കിയ ചോദ്യങ്ങൾ മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയ അഭിമുഖമാണ് ഘടനാപരമായ അഭിമുഖം. ഇനി വീണ്ടും കൊടുക്കുക, നമ്മൾ അടുത്ത ഹെഡിങ് കൊടുക്കുക, ഘടനാപരമല്ലാത്ത അഭിമുഖം. ഘടനാപരമല്ലാത്ത അഭിമുഖമാണ് എന്ത്? അത് ഒട്ടും പ്ലാനിങ് ഇല്ലാണ്ട്, ഒരു ആസൂത്രണവും ഇല്ലാണ്ട് സന്ദർഭത്തിനനുസരിച്ച് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. പെട്ടെന്ന് ചില എമിനൻറ്റ് പേഴ്സണാലിറ്റിയൊക്കെ നമ്മൾ പെട്ടെന്ന് വെച്ച് കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അതൊക്കെ അതിൽ ഉൾപ്പെടുന്നത്. അതായത് സന്ദർഭം അനുസരിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എന്ത്? ഘടനാപരമല്ലാത്ത അഭിമുഖം. ഘടനാപരമല്ലാത്ത അഭിമുഖം എന്തെങ്ങനെ എഴുതണം? സന്ദർഭം അനുസരിച്ചിട്ട് പെട്ടെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി അത്തരം ഈ അഭിമുഖത്തെ വിളിക്കുന്ന പേരാണ് ഘടനാപരമല്ലാത്ത അഭിമുഖം. ഇതിന് പ്രത്യേക രൂപങ്ങളൊന്നും ഉണ്ടാവില്ല, പ്രത്യേക ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് അറ്റ് എ ടൈമിലാണ്, ആ സന്ദർഭത്തിനനുസരിച്ച്, അനുസരിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അതിൽ ഉൾപ്പെടുക. അപ്പോൾ ഘടനാപരമല്ലാത്ത അഭിമുഖത്തിൽ എന്ത് ചെയ്ത് നമ്മൾ സന്ദർഭത്തിനനുസരിച്ച് ചോദ്യങ്ങൾ തയ്യാറാക്കി ചോദിക്കുന്ന അഭിമുഖമാണെന്ത്? ഘടനാപരമല്ലാത്ത അഭിമുഖം. സന്ദർഭത്തിനനുസരിച്ച് ചോദിക്കുന്ന അഭിമുഖമാണ് ഘടനാപരമല്ലാത്ത അഭിമുഖം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഏത് ചോദ്യമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അഭിമുഖം എന്നാൽ എന്താണ്, അഭിമുഖത്തിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും. അപ്പോൾ ആദ്യം അഭിമുഖം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അഭിമുഖത്തെ രണ്ടായി തിരിക്കാം, ഘടനാപരമായ അഭിമുഖവും ഘടനാപരമല്ലാത്ത അഭിമുഖവും. എന്നിട്ട് എന്താണെന്ന് എഴുതണം. ഇനി അടുത്ത ഹെഡിങ് കൊടുക്കുന്നത് അഭിമുഖത്തിൻ്റെ പ്രത്യേകതകൾ. അഭിമുഖത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ സവിശേഷതകൾ എന്തൊക്കെയാണ്? അഭിമുഖങ്ങൾ അയവുള്ളതായിരിക്കും, ഫ്ലെക്സിബിൾ ആയിരിക്കും, അത് വഴക്കമുള്ളതായിരിക്കണം. അഭിമുഖങ്ങൾ എന്തായിരിക്കും? എപ്പോഴും അയവുള്ളതായിരിക്കും അല്ലെങ്കിൽ വഴക്കമുള്ളതായിരിക്കും എന്ന് പറയുന്നുണ്ട്. പിന്നെ അഭിമുഖങ്ങളിലെ ചോദ്യങ്ങളിൽ ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്താം. അഭിമുഖങ്ങളിലെ ചോദ്യങ്ങൾ എന്ത് വരുത്താം? നമുക്ക് ആവശ്യാനുസരണമായ മാറ്റങ്ങൾ വരുത്താം. ഇത് ഈ രണ്ട് പ്രത്യേകതയാണ് ഇതിനുള്ളത്, അഭിമുഖത്തിനുള്ളത്. ഒന്ന്, അഭിമുഖം അയവുള്ളതായിരിക്കും, അതായത് വഴക്കമുള്ളതായിരിക്കും. പിന്നെ അഭിമുഖത്തിലെ ചോദ്യങ്ങൾ എന്തുണ്ട്? ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്താം. അഭിമുഖത്തിലെ ചോദ്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം, അല്ലെങ്കിൽ ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്താൻ പറ്റും. ഈ രണ്ട് പ്രത്യേകതകൾ അഭിമുഖത്തിലുള്ളത്. പിന്നെ അഭിമുഖത്തിൽ ദോഷങ്ങൾ എഴുതാം. എന്താ ദോഷങ്ങൾ? എന്താണ്? സമയനഷ്ടം, ചെലവ് കൂടുതൽ, ഇതൊക്കെ എന്തിൻ്റെ ദോഷങ്ങളാണ്? അഭിമുഖത്തിലെ ദോഷങ്ങളാണ് പണനഷ്ടം, സമയനഷ്ടം, ചെലവ് കൂടുതൽ. ഇപ്പോൾ ഒരു അഭിമുഖം തയ്യാറാക്കണം, അതിന് സമയം വേണ്ടേ? ഒരുപാട് സമയം വേണ്ടി അഭിമുഖം തയ്യാറാക്കാൻ. മാത്രമല്ല ചിലവ് കൂടുതലാണ്. നമുക്ക് ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വ്യക്തിനൊക്കെ നമ്മൾ അഭിമുഖം ചെയ്യുമ്പോൾ അത് നമ്മളത്തെ ആ രീതിയിൽ സജ്ജീകരിക്കണം നമ്മുടെ വേദി. ഓക്കെ, അപ്പോൾ അതാണ് ചിലവ് കൂടുതലായിരിക്കും അതിന്. അപ്പോൾ അതാ പറഞ്ഞത്, സമയനഷ്ടവും ചിലവ് കൂടുതലൊക്കെയാണ് എന്ത്? അഭിമുഖത്തിൻ്റെ ദോഷങ്ങൾ. സമയനഷ്ടവും ചിലവ് കൂടുതലുമാണ് അഭിമുഖത്തിൻ്റെ ദോഷങ്ങൾ. സമയനഷ്ടവും ചിലവ് കൂടുതലുമാണ് അഭിമുഖത്തിൻ്റെ ദോഷങ്ങൾ. എന്താ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അയവുള്ളതായിരിക്കും, അതായത് വഴക്കമുള്ളതായിരിക്കും എന്ത്? അഭിമുഖങ്ങൾ. പിന്നെ ചോദ്യങ്ങളിൽ ആവശ്യാനുസരണം മാറ്റങ്ങൾ വരുത്താം. ഇതൊക്കെ എന്താണ്? അഭിമുഖത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു. ഇനി അടുത്ത ചോദ്യം അവിടെ സ്ക്രീനിൽ കാണുന്ന ചോദ്യത്തിലേക്ക് പോകാം. നമ്മൾ അടുത്ത എസ്സേ പ്രതീക്ഷിക്കുന്നതാണ്. ഈ അടുത്ത ചോദ്യം പ്രതീക്ഷിക്കുന്നത് എസ്സേ സാമൂഹിക ശ്രേണീകരണം. പേജ് നമ്പർ 44 പോവാം. നമ്മളെ പരീക്ഷയിൽ +1 തുല്യത സോഷ്യോളജി പരീക്ഷയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന രണ്ടാമത്തെ എസ്സേ ആണ് ഇതെന്ത്? സാമൂഹിക ശ്രേണീകരണം. 44-ാമത്തെ പേജ് സാമൂഹിക ശ്രേണീകരണം. എന്താണ് സാമൂഹിക ശ്രേണീകരണം? നമ്മുടെ പ്രഡിക്ഷനാണ് എസ്സേ. അടുത്ത എസ്സേ സാമൂഹിക ശ്രേണീകരണം. പേജ് നമ്പർ 44, സാമൂഹിക ശ്രേണീകരണം. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 44. എന്താണ് സാമൂഹിക ശ്രേണീകരണം? അതിൻ്റെ തട്ടുകളൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് സാമൂഹിക ശ്രേണീകരണം എഴുതണം. എന്താണ്? സമൂഹത്തിലെ ജനങ്ങളെ പല തട്ടുകളായി വിഭജിക്കുന്നതാണ് സാമൂഹിക ശ്രേണീകരണം. സമൂഹത്തിലെ ജനങ്ങളെ പല തട്ടുകളായി വിഭജിക്കുന്നതാണ് സാമൂഹിക ശ്രേണീകരണം. മനസ്സിലായോ? സമൂഹത്തിലെ ജനങ്ങളെ പല തട്ടുകളായി വിഭജിക്കുന്നതാണ് എന്ത്? സാമൂഹിക ശ്രേണീകരണം. അങ്ങനെ എഴുതിയിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ആദ്യം എന്താ എഴുതേണ്ടത്? സമൂഹത്തിലെ സംഘങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഘടനാപരമായ അസമത്വങ്ങളെയാണ് നമ്മൾ സാമൂഹിക ശ്രേണീകരണം എന്ന് പറയുന്നത്. എന്താണ്? സമൂഹത്തിലെ സംഘങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഘടനാപരമായ അസമത്വങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാമൂഹിക ശ്രേണീകരണം എന്ന് വിളിക്കുന്നത്. ഇതിൽ ഈ സാമൂഹിക ശ്രേണിയുടെ മേൽത്തട്ടിൽ പ്രത്യേക അവകാശങ്ങളുള്ള ഉന്നതരും കീഴ്ത്തട്ടിൽ പ്രത്യേക അവകാശങ്ങൾ കുറഞ്ഞവരുമാണ് ഉണ്ടാവുക. ഓക്കെ, സാമൂഹിക ശ്രേണീകരണത്തിലെ
മേൽത്തട്ടിൽ ആരുണ്ടാവുക? പ്രത്യേക അവകാശങ്ങളുള്ള ഉന്നതരുണ്ടാവും. എന്നാൽ താഴെ തട്ടിൽ ആരുണ്ടാവുക? പ്രത്യേക അവകാശങ്ങൾ ഉണ്ടാവുക. അപ്പോൾ മേൽത്തട്ടിൽ പ്രത്യേക അവകാശങ്ങളുള്ളവരും അവരുന്നതരായിരിക്കും. മേൽത്തട്ടിലെ സാമൂഹ്യ ശ്രേണിയുടെ മേൽത്തട്ടിലെ പ്രത്യേക അവകാശങ്ങളുള്ള ഉന്നതരും കീഴ്ത്തട്ടിൽ താഴെ തട്ടിൽ പ്രത്യേക അവകാശങ്ങൾ കുറഞ്ഞവരുമാണ് ഉണ്ടാവുക. ഇതൊക്കെയാണ് സാമൂഹ്യ ശ്രേണിയിൽ എഴുതേണ്ട നമ്മൾ. പിന്നെ എഴുതണം സാമൂഹ്യ ശ്രേണീകരണത്തെ എത്ര തിരിക്കാം? 4 തിരിക്കാം. ശ്രേണീകരണത്തെ തിരിക്കാം 4 തിരിക്കാം. അടിമത്തം, എസ്റ്റേറ്റ്, ജാതി, വർഗം ഇങ്ങനെ 4 തിരിക്കാം. അടിമത്തം, എസ്റ്റേറ്റ്, ജാതി, വർഗം ഇങ്ങനെ 4 തിരിക്കാം. അടിമത്തത്തിൽ എഴുതണം. അടിമത്തം അസമത്വത്തിൻ്റെ ഏറ്റവും തീവ്രമായ രൂപമാണ് അടിമത്തം. എല്ലാത്തിനും കുറിച്ച് 4 വരി എഴുതി വെക്കണേ. ഒരു 4 വരി പഠിക്കണം. അടിമത്തെക്കുറിച്ച് 4 വരി എഴുതി വെക്കണം. അപ്പോൾ എസ്റ്റേറ്റ് അറിയില്ല. എന്താ എസ്റ്റേറ്റ്? നമ്മൾ വേറെ ക്ലാസ് പഠിച്ച എസ്റ്റേറ്റ് യൂറോപ്പിൽ ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ വിഭജന രീതിയാണ് എസ്റ്റേറ്റ്. യൂറോപ്പിലെ ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ വിഭജന രീതിയാണ് എസ്റ്റേറ്റ്. എസ്റ്റേറ്റ് പ്രകാരം സമൂഹത്തെ 3 തിരിക്കുക. ഏതൊക്കെയാണ്? പുരോഹിതവർഗം, പ്രഭുവർഗം, സാധാരണക്കാർ. പുരോഹിതവർഗം, പ്രഭുവർഗം, സാധാരണക്കാർ. ഇതൊക്കെയാണ് എസ്റ്റേറ്റിൽ വരേണ്ടത്. എസ്റ്റേറ്റിൻ്റെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അടിമത്തെ എക്സ്പ്ലെയിൻ ചെയ്യണം, എസ്റ്റേറ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ ജാതി എന്താണ്? തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ തിരിക്കുന്നത്. ചാതുർവർണ്ണ സമ്പ്രദായമാണ് പരമ്പരാഗത ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. ഈ ജാതി സമ്പ്രദായം ഇന്ത്യയിൽ മാത്രമുള്ള സംഭവമാണ്. അതായത് ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ അങ്ങനെ 4 തിരിക്കാം. ജാതിനെ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിങ്ങനെ ഇങ്ങനെ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്ന പോലെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 45 അതേപോലെ എന്ത് ചെയ്യണം? അങ്ങനെ കോളം വരച്ചിട്ട് എഴുതണം. ത്രികോണം വരച്ചിട്ട് എഴുതണം. 4 ജാതിൻ്റെ പേര് എഴുതണം. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ജാതി വ്യവസ്ഥയിൽ ഒരു വ്യക്തിയുടെ സ്ഥാനം ജന്മനാൽ ലഭിക്കുന്നതാണ്. ശുദ്ധാശുദ്ധ ബോധമായിരുന്നു ജാതിഘടനയുടെ അടിസ്ഥാനം. ശുദ്ധാശുദ്ധ ബോധമായിരുന്നു ജാതിഘടനയുടെ അടിസ്ഥാനം. അങ്ങനെ ജാതിനെ കുറിച്ചിട്ട് നമ്മൾ ഒരു 3-4 വരി എഴുതി വെക്കണം. ഇവിടെ നമ്മളെ പോയിന്റ്സ് എന്തൊക്കെയാണ്? അടിമത്തം ഉണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്, ജാതി ഉണ്ട്, പിന്നെ വർഗത്തെക്കുറിച്ച് എഴുതണം. വർഗം അത് നമ്മുടെ ജാതിയുടെ പ്രത്യേകതകളൊക്കെ എഴുതണം. ക്ലാസ് പറഞ്ഞുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാത്തത്. ഇവിടെ എന്താ ജാതിയുടെ പ്രത്യേകതകൾ? അത് വേറെ ചോദ്യമായിട്ട് തന്നെ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇതിലും എഴുതാം, അതിലൊക്കെ എഴുതാം. ജാതി വ്യവസ്ഥയുടെ സവിശേഷതകൾ വേറെ തന്നെ ചോദ്യമായിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഇതിലെ എസ്സേയിൽ നമുക്ക് എഴുതാൻ ഗുണം ചെയ്യും. ജന്മമാണ് ജാതിയുടെ അടിസ്ഥാനം. എന്താ പഠിക്കുന്നത്? ജാതി വ്യവസ്ഥയുടെ സവിശേഷതകളാണ്. ജാതി വ്യവസ്ഥയുടെ സവിശേഷതകളാണ് പഠിക്കുന്നത്. ജന്മമാണ് ജാതിയുടെ അടിസ്ഥാനം. ആരോപിത പദവി, സ്വഗണ വിവാഹം, കുലത്തൊഴിലിന് പ്രാധാന്യം നൽകുന്നു. പരമ്പരാഗതമാണ്. ജാതി എന്താ? പരമ്പരാഗതമാണ്. സാമൂഹികവും മതപരവുമായ ശ്രേണീകരണം, സമൂഹത്തിൻ്റെ ഖണ്ഡവിഭജനം, ഇതൊക്കെയാണ് എന്താണ്? ജാതി വ്യവസ്ഥയുടെ സവിശേഷതകൾ. അപ്പോൾ ജാതിയെക്കുറിച്ച് നമ്മൾ 4-5 വരി എഴുതി വെക്കണം. പിന്നെ വർഗം. എന്താ വർഗം? സാമ്പത്തിക തലത്തിൽ ഒരേ പദവി വഹിക്കുന്ന ഗണത്തെ വർഗമെന്ന് പറയുന്നു. നമ്മുടെ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരേ പദവി വഹിക്കുന്ന ആ ഗണത്തെ, ആ കൂട്ടത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? വർഗം. യജമാനൻ, അടിമ, പ്രഭു, അടിയൻ, മുതലാളി, തൊഴിലാളി, ഇതൊക്കെയാണ് എന്ത്? വർഗത്തിൻ്റെ വേർതിരിവുകൾ. നമ്മുടെ കാലഘട്ടത്തിൽ കാണുന്ന വർഗത്തിൻ്റെ വേർതിരിവുകളാണ്. യജമാനനുണ്ട്, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് അടിമ. പിന്നെ പ്രഭു, അതിൻ്റെ ഓപ്പോസിറ്റ് അടിയാൻ. മുതലാളി, അതിൻ്റെ ഓപ്പോസിറ്റ് തൊഴിലാളി. ഇതൊക്കെ എന്താണ്? ജാതി ഈ വർഗത്തിൽ എഴുതാൻ പറ്റുന്നതാണ്. വർഗത്തിൻ്റെ പ്രത്യേകം പഠിക്കണേ. ആർജിത പദവി, തുറന്ന വ്യവസ്ഥ, നേട്ടത്തെ ലക്ഷ്യമാക്കിയുള്ളത്, സാർവത്രിക മത്സരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വർഗത്തിൻ്റെ എന്തുണ്ട് പ്രത്യേകം പഠിക്കണം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എസ്സേയിൽ ആദ്യം നമ്മൾ എന്താണ് സാമൂഹ്യ ശ്രേണീകരണം എന്ന് എഴുതിയതിന് ശേഷം പിന്നെ ചെയ്യേണ്ടതാണ് ഈ സാമൂഹ്യ ശ്രേണീകരണത്തെ എത്രയായി തിരിക്കാം? 4 തിരിക്കാം. എന്നിട്ട് അതിൽ എഴുതാനുള്ളതാണ് എന്തൊക്കെ എഴുതാനുള്ളത്? നമ്മൾ അടിമത്തത്തെക്കുറിച്ച് പറഞ്ഞു, എസ്റ്റേറ്റിനെ കുറിച്ച് പറഞ്ഞു, ജാതിയെക്കുറിച്ച് പറഞ്ഞു, വർഗത്തെക്കുറിച്ച് പറഞ്ഞു. എല്ലാം ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ 44-45 പേജ് നോക്കിയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് വളരെ സിമ്പിളായ പോയിൻറ്റ്സ് എഴുതി ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. അടിമത്തത്തെക്കുറിച്ചിട്ട് 4-5 വരി പഠിച്ചാൽ മതി. എസ്റ്റേറ്റ് അവിടെ പറഞ്ഞു. എസ്റ്റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എസ്റ്റേറ്റ് യൂറോപ്പിൽ ഫ്യൂഡൽ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണെന്ത്? എസ്റ്റേറ്റ്. എസ്റ്റേറ്റ് പ്രകാരം സമൂഹത്തിലെ 3 തട്ടുകളായി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? പുരോഹിത വർഗം, പ്രഭുവർഗം, സാധാരണക്കാർ. അങ്ങനെ പോയിന്റ്സ് തയ്യാറാക്കി പഠിക്കുക എസ്റ്റേറ്റിനെ കുറിച്ചിട്ട്. പിന്നെന്താണ്? ജാതിനെ കുറിച്ച് റേറ്റിംഗ് കൊടുക്കുക.
ജാതിയെ കുറിച്ച് എഴുതുക. എന്നിട്ട് ജാതിൻ്റെ ആ വിഭജനം ഏതൊക്കെയാണ് നാലായി തിരിക്കാം. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, അതിനെ കുറിച്ചിട്ട് എഴുതാം. ഒരു 4 വരെ എഴുതിയാൽ മതി. അതുപോലെ വർഗ്ഗത്തെക്കുറിച്ചിട്ട് പഠിക്കാം. വർഗ്ഗത്തെ 4 വരെ എഴുതിയാൽ മതി. ഓക്കെ, ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞതാണ്. പേജ് നമ്പർ പറഞ്ഞു 44, 45 നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കണം. എസ്സേ ആയിട്ട് ഷുവറായിട്ട് വരുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ 2 എസ്സേ പഠിച്ചു നമ്മൾ. ഒരു ഷോർട്ട് എസ്സേയും പഠിച്ചു. ഷോർട്ട് എസ്സേ ഏതാ പഠിച്ച നമ്മൾ നമ്മുടെ അഭിമുഖത്തെക്കുറിച്ച് പഠിച്ചു. 2 എസ്സേ ഏതൊക്കെയാണ്? സാമൂഹ്യ ശ്രേണീകരണവും അതുപോലെ സാമൂഹികരണ ഏജൻസികളും പഠിച്ചു. എസ്സേ ഏതൊക്കെ നമ്മൾ 2 പഠിച്ചത്? സാമൂഹികരണ ഏജൻസികളുണ്ടല്ലോ, സാമൂഹ്യവൽക്കരണ ഏജൻസികൾ പഠിച്ചു. ഇപ്പോൾ പഠിച്ചത് സാമൂഹ്യ ശ്രേണിയാണ്, ശ്രേണി തട്ടുകളായി തിരിച്ചത്. അപ്പോൾ നമ്മൾ 2 എസ്സേയും ഒരു ഷോർട്ട് എസ്സേയും പഠിച്ചു കഴിഞ്ഞു. ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്.